നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. 2026 സോളാർ റൂഫ്ടോപ്പ് യോജന എന്ന സർക്കാരിന്റെ പുതിയ പദ്ധതിയെക്കുറിച്ച് നോക്കാം. ഇത് വീടുകൾക്കും ബിസിനസ്സുകൾക്കും ശുദ്ധമായ ഊർജം സ്ഥിരീകരിക്കുന്നതിനും വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സുസ്ഥിരതയ്ക്ക് സംഭാവന നൽകുന്നതിനും മികച്ച അവസരമാണ്. വീടുകളുടെ മേൽക്കൂരകളിൽ സോളാർ പാനലുകൾ, കോംപ്ലക്സ് ഓഫീസ് ബിൽഡിംഗുകളിൽ, വ്യവസായ യൂണിറ്റുകളിൽ സോളാർ റൂഫ്ടോപ്പ് യോജന 2026 പ്രധാന ലക്ഷ്യമിടുന്നത് എന്തെല്ലാമെന്ന് നോക്കാം. ശുദ്ധ ഊർജം പ്രോത്സാഹിപ്പിക്കൽ, വൈദ്യുതി ഫോസിൽ ഇന്ധനങ്ങളിൽ ആശ്രിതമല്ലാതെ സൃഷ്ടിക്കുക, വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കൽ, ഇൻസ്റ്റലേഷന്റെ ഉടനെ തന്നെ പ്രതിഫലനം ലഭിക്കും. സുസ്ഥിരത, ഹരിതാപമായ പരിസ്ഥിതിക്ക് സംഭാവന നൽകുന്നു. ഈ പദ്ധതി വീടുകൾ, റെസിഡൻഷ്യൽ സൊസൈറ്റികൾ, സർക്കാർ ഓഫീസുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ എന്നിവയുടെ മേൽക്കൂരകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് സഹായിക്കുന്നു. പങ്കെടുക്കാൻ ഇതിന് ആർക്കെല്ലാമാണ് യോഗ്യതയുണ്ടാവുക? വീടുടമകൾ, റെസിഡൻഷ്യൽ സൊസൈറ്റികൾ, സർക്കാർ ഓഫീസുകൾ, വാണിജ്യ അല്ലെങ്കിൽ വ്യവസായ യൂണിറ്റുകാർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. പുതിയ കെട്ടിടങ്ങൾക്കും നിലവിലുള്ള കെട്ടിടങ്ങൾക്കും പങ്കെടുക്കാം. ഉയർന്ന വൈദ്യുതി ഉപയോഗമുള്ള മേഖലയ്ക്ക് മുൻഗണന നൽകുന്നു. പ്രാദേശിക ഡിസ്കോം അല്ലെങ്കിൽ സബ്സിഡി നോഡൽ ഏജൻസി നിർദ്ദേശിക്കുന്ന നടപടിക്രമങ്ങൾ പാലിക്കണം. സബ്സിഡികൾ അല്ലെങ്കിൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. യോഗ്യരായ ഉപയോക്താക്കൾക്ക് ഇൻസ്റ്റലേഷൻ ചെലവിന്റെ 20% മുതൽ 40% വരെ സബ്സിഡി ലഭിക്കും. സിസ്റ്റത്തിന് അല്ലെങ്കിൽ താമസക്കാർക്ക് 1 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെ, വാണിജ്യ വ്യവസായങ്ങൾക്ക് ഉയർന്ന ശേഷിയുള്ള സിസ്റ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും. നെറ്റ് മീറ്ററിംഗ് വഴി നിങ്ങൾക്ക് ഉണ്ടാകുന്ന അധിക വൈദ്യുതികൾ ഗ്രിഡിലേക്ക് തിരികെ വിൽക്കാൻ കഴിയുന്നതായിരിക്കും. ഇതിലൂടെ പ്രതിമാസ വൈദ്യുതി ബില്ലുകൾ കുറയും. ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചടവ് വേഗത്തിൽ ലഭിക്കും. ദീർഘകാല സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്നു. ഇതിന്റെ അപേക്ഷാ നടപടിക്രമങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. പദ്ധതിയിൽ പങ്കെടുക്കാൻ അപേക്ഷിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. പ്രാദേശിക ഡിസ്കോം അല്ലെങ്കിൽ ഔദ്യോഗിക സോളാർ റൂഫ്ടോപ്പ് പോർട്ടൽ സന്ദർശിക്കുക. ആവശ്യമായ രേഖകൾ തയ്യാറാക്കുക. തിരിച്ചറിയൽ രേഖയായ ആധാർ, വോട്ടർ ID സമർപ്പിക്കുക. സ്വത്ത് ഉടമസ്ഥാവകാശ രേഖ, നിലവിലെ വൈദ്യുതി ബിൽ വിശദാംശങ്ങൾ. അംഗീകാരത്തിന് ശേഷം അംഗീകൃത ഏജൻസികൾ സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയും സബ്സിഡി ക്ലെയിം ചെയ്യാനും നെറ്റ് മീറ്ററിംഗ് കണക്ഷൻ ലഭിക്കാനും സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ പരിസ്ഥിതി ഗുണങ്ങൾ എങ്ങനെയാണ്? സോളാർ പാനലുകൾ ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്ക് വളരെ ഗുണകരമാണ്. ഫോസിൽ ഇന്ധന ആശ്രിതത്വം കുറയ്ക്കുന്നു. കാർബൺ ഉദ്വമനം കുറയുന്നു. ഹരിതാപ പരിസ്ഥിതി സംരക്ഷണം ഉണ്ടാകുന്നു. ദേശീയ പുനരുപയോഗ ഊർജ ലക്ഷ്യങ്ങൾക്ക് പിന്തുണ നൽകുന്നു. കാലക്രമേണ ഉപയോക്താക്കൾക്ക് സാമ്പത്തികവും പരിസ്ഥിതിയുമായ പ്രയോജനം ലഭിക്കുന്നു. സോളാർ റൂഫ്ടോപ്പ് യോജന 2026 ഒരു സുസ്ഥിര ലാഭകരമായ പദ്ധതിയാണ്. യോഗ്യത, സബ്സിഡികൾ, അപേക്ഷാ നടപടിക്രമങ്ങൾ മനസ്സിലാക്കുന്നതിന് നിർണായകമാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽക്കൂര സോളാറിന് തയ്യാറാക്കി വെക്കൂ. സുസ്ഥിര ഊർജത്തിലേക്ക് ഒരു വലിയ ചുവട് വയ്ക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിവരങ്ങൾക്ക് സർക്കാർ വെബ്സൈറ്റ് സന്ദർശിക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നന്ദി.